കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലം ആണ് ഇന്ന് സംസാരിക്കുന്നത്, വൈറ്റമിൻ ഡെഫിഷ്യൻസി. ഏതാണ് കോമൺ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ തൃഷ്ണ, സമത്വം നാച്ചുറോപ്പതി മെഡിക്കൽ സെന്റർ. ഡോക്ടർ, ഹാപ്പി ടു സീ യു അഗെയിൻ. താങ്ക് യു, വെരി ഹാപ്പി ടു ബി ഹിയർ വൺസ് അഗൈൻ. കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ വൈറ്റമിൻസ് എല്ലാവർക്കും ഡെഫിഷ്യൻസി ആണ്. അതെ. അപ്പൊ എങ്ങനെയാണ് വൈറ്റമിൻ ഡി എ നമ്മൾ എന്തായാലും പറഞ്ഞു, ഇനി മറ്റ് ഡെഫിഷ്യൻസീസ്? വൈറ്റമിൻ ബി ആണ് വേറെ കോമൺ ആയിട്ട് ഡെഫിഷ്യൻസി ഉള്ളത്. ബി എന്ന് പറഞ്ഞാൽ ഒരെണ്ണം അല്ല, B1, B2, B3 ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്, 12 എണ്ണം വരെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ ഫംഗ്ഷനാണ് ബോഡിയിൽ. B1 എന്ന് പറഞ്ഞാൽ തൈമിൻ എന്ന് പറയും. അപ്പോൾ ഈ തൈമിൻ്റെ ഫംഗ്ഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെർവ് ഫംഗ്ഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാന്നൊക്കെ ഉള്ളതാണ്. അപ്പം ഇത് നമുക്ക് ഈ തൈമിൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയിരുന്നത്? തവിടുള്ള അരിയില്ലേ, അതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തൈമിൻ കിട്ടുന്നത് നല്ലതായിട്ട്. പക്ഷെ ഇപ്പം എല്ലാവരും കാർബ് കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെ, അരിയൊക്കെ വേണ്ടാന്ന് വെച്ച സ്ഥിതിക്ക് തൈമിൻ പലവർക്കും ഡെഫിഷ്യൻസി ആയിട്ട് കാണുന്നുണ്ട്. തൈമിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ബ്രെയിൻ ഫോഗ് വരുന്നു, അല്ലെങ്കിൽ ഒരു ശ്രദ്ധക്കുറവ് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും തൈമിൻ ഡെഫിഷ്യൻസി ചിലപ്പം അതിൽ കണ്ടേക്കാം. പിന്നെ വേറെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് അനീമിയയ്ക്ക് വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയാണ്, കോബലമിൻ എന്ന് പറയും. ഇതിൻ്റെ ഇത് DNA സിന്തസിസിന്, അതായത് നമ്മുടെ ജനിതകമായിട്ടുള്ള പല പ്രോസസ്സും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഈ വൈറ്റമിൻ B12 ഭയങ്കര അത്യാവശ്യമാണ്. വേറൊരു പാത്വേ, ഡീറ്റോക്സ് പാത്വേ, നമ്മുടെ ശരീരത്തിൽ വിഷാംശം കയറുവാണെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനും ഇതിനൊരു റോളുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഡെഫിഷ്യൻ്റ് ആവുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ അനുഭവപ്പെടുന്നത് വെച്ചാൽ ഭയങ്കര ക്ഷീണം. അപ്പോൾ ക്ഷീണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താലും കിടന്നുറങ്ങിയാലും മാറാത്തൊരു ക്ഷീണം. ചില ആൾക്കാർക്ക് അങ്ങനെയില്ല, എത്ര ഉറങ്ങിയാലും എൻ്റെ ക്ഷീണം മാറുന്നില്ല. അപ്പോൾ പല ആൾക്കാർക്കും അത് ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിൽ, നമ്മുടെ ചുവന്ന ബ്ലഡ് സെൽസിൻ്റെ കോശങ്ങൾ അതും അബ്നോർമലാവും ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാരണം. അതിന് പെർനീഷ്യസ് അനീമിയ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വളരെ കോമൺ ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ CBC എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യുമല്ലോ ബ്ലഡിൽ, അതിലെ കോശങ്ങളുടെ സൈസ്, ഷേപ്പ് എല്ലാം അതിനകത്ത് ഏകദേശം വരും. അപ്പോൾ അതിൽ നമുക്ക് അറിയാൻ പറ്റും വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടോയെന്ന്. പിന്നെ പോരാത്തതിന് B12 ഡെഫിഷ്യൻസി വരാൻ വേറൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആസിഡ് സെക്രീഷൻ, ദഹന പ്രക്രിയയിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടെങ്കിൽ മാത്രമേ വൈറ്റമിൻ B12 ഭക്ഷണത്തിൽ നിന്നും അബ്സോർവ് ചെയ്യാൻ പറ്റുള്ളൂ. B12 ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി ഡൈജഷനും ശരിക്കും നടക്കുള്ളൂ. അപ്പം B12 ഈ ആസിഡ് ഇല്ലാത്ത പക്ഷം ഭക്ഷണത്തിൽ നിന്ന് അബ്സോർബ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാരണവശാലും B12 ഡെഫിഷ്യൻസി വളരെ കോമൺ ആണ്. പക്ഷേ അതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, വെജിറ്റേറിയൻസിനാണ് കോമൺ. കാരണം B12 കൂടുതൽ സോഴ്സസ് നോൺ വെജിറ്റേറിയൻ സോഴ്സസ് ആണ്. റെഡ് മീറ്റ് ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ B12 സോഴ്സ്. അപ്പോൾ അതുകൊണ്ട് വെജിറ്റേറിയൻസ് വളരെ കോമൺ ആണ് B12 ഡെഫിഷ്യൻസി. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈസ്റ്റ് ഇല്ലേ, ന്യൂട്രീഷണൽ ഈസ്റ്റിൽ B12 ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഉള്ള ഫുഡ്, ഫെർമെൻറ്റഡ് ഫുഡ്, ഇപ്പോൾ നമ്മൾ അപ്പത്തിൻ്റെ മാവും അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിൽ നമുക്ക് കുറച്ച് B12 കിട്ടും. പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സപ്ലിമെന്റ്സ് ആയിട്ട് തന്നെ എടുക്കേണ്ടി വരും. അത് പ്രത്യേകിച്ച് എങ്ങനെയുള്ള ആൾക്കാർക്ക് അനിഷ ഇപ്പൊ വീഗൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന വീഗൻസ് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, ഒരു ആനിമൽ പ്രോഡക്ട്സും യൂസ് ചെയ്യില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും നമുക്ക് സപ്ലിമെന്റ് എടുക്കേണ്ടി വരാറുണ്ട്. കുറച്ചെങ്കിലും ആനിമൽ സോഴ്സസ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ കുറച്ചൊക്കെ B12 അവരുടെ ഫുഡിൽ നിന്ന് തന്നെ കിട്ടും. B12 ഇല്ലെങ്കിൽ വേറൊരു പ്രശ്നം കൂടെ നമുക്ക് വരും. നമുക്ക് പൊതുവേ ഈ ന്യൂറോളജിക്കൽ സിംറ്റംസ്, അതായത് തലച്ചോറിൻ്റെ പ്രവർത്തനം, നെർവിൻ്റെ ഫംഗ്ഷനൊക്കെ കുറച്ച് കുറയും. അപ്പം ഡയബറ്റിക്സിൽ അതെങ്ങനെയാണ് കാണുകയെന്ന് വെച്ചാൽ കൈകാല് തരിപ്പ്, മരവിപ്പ്, അവരിങ്ങനെ ഒരു രക്തയോട്ടം ഇല്ലായ്മ, ഒരു ഫീലിംഗ് ഒക്കെ പറയുന്നത് മിക്കവാറും B12 ഡെഫിഷ്യൻസി ആയിരിക്കും. അത് വളരെ കോമൺ ആണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് പലവർക്കും ഡെഫിഷ്യൻ്റ് ആയിട്ട് കാണാറുണ്ട്. ഈവൻ നോർമൽ റേഞ്ചിനകത്ത് നിൽക്കുകയാണെങ്കിൽ തന്നെ മിക്കവരും ലോവർ സൈഡിലായിരിക്കും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒപ്റ്റിമം റേഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഒരാൾക്ക് നോർമലായിട്ട് എല്ലാ ഫംഗ്ഷനും നടക്കണമെങ്കിൽ ഒരു ഇത്ര എമൗണ്ട് വേണം, ബേസിക് ഫംഗ്ഷൻ നടക്കണമെങ്കിൽ ഇത്ര എമൗണ്ട് ഉണ്ട്. പലർക്കും ബേസിക് ഫംഗ്ഷൻ നടക്കാനുള്ളതേ ഉള്ളൂ, നോർമൽ ഫംഗ്ഷൻ നടക്കാനുള്ളതില്ല. അപ്പൊ അതും കൂടെ ശരിക്കും നമ്മൾ കണക്കിലെടുക്കണം ഇത് സപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതാണ് വൈറ്റമിൻ ബിയുടെ കാര്യം പറയുന്നത്, B12 പ്രത്യേകിച്ച്. അപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ കാർബോ കട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ ഈ ഒരു അതിന് മാച്ചായിട്ട് നമുക്ക് വേറെ എന്ത് ഫുഡ് ആഡ് ചെയ്യാൻ പറ്റും? പലപ്പോഴും നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് ഫാറ്റ് ഡയറ്റ്സ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് നമ്മൾ ചില സമയം നമ്മൾ തന്നെ ട്രീറ്റ്മെൻറ്റിൽ ഇടാറുണ്ട് കേട്ടോ, എലിമിനേഷൻ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് ഗട്ട് ലെൻസിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ കട്ട് ചെയ്യാൻ പറയും. ആ അവസരത്തിൽ നമ്മൾ പലപ്പോഴും സപ്ലിമെൻ്റ് ആയിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. കാരണം നമുക്ക് ഇത് വാട്ടർ സോലുബിൾ, അതായത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യില്ല, നമ്മൾ എല്ലാ ദിവസവും കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും സപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് ഈ ഡയറ്റ് റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തവർക്കാണെങ്കിൽ യൂഷ്വലി ഫുഡിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട്. നമുക്ക് ചിലപ്പോൾ സപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. പക്ഷേ ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ മിക്കവാറും സപ്ലിമെൻറ്റേഷൻ എടുക്കേണ്ടി വരാറുണ്ട്.